ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. അങ്ങനെ മാത്സ് മേളയുടെ അടുത്തൊരു പാർട്ടിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന കിടിലൻ ചാപ്റ്ററിന്റെ ഒറ്റ ചോദ്യത്തിലൂടെ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്ററിന്റെ പകുതി കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അതൊന്നും പോരാഞ്ഞിട്ട് ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം നിങ്ങൾ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, സാർ എന്റെ കമന്റ് ഒന്നും ഞങ്ങൾ എന്തിനാ കമന്റ് ഇടുന്നതെന്ന് വായിക്കാറില്ല. എല്ലാ കമന്റും വായിക്കൂട്ടോ. നിങ്ങൾ ഏതൊക്കെ കമന്റ് ഇടുന്ന അതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. സോ മക്കളെ, ഒരു പേടിയും പേടിക്കണം. നിങ്ങൾക്കുള്ള സജഷൻസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതിൽ നല്ല സജഷൻസ് ഒക്കെ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്യാറുണ്ട്. സോ കുറെ ആൾക്കാർ സമ്മിന്റ് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഞങ്ങൾ തേർഡ് പാർട്ടിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സമ്മിന്റേതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. സം തുക പല ആൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കീട്ടിലെ ടോപ്പിക്കാണ്. സോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ക്വസ്റ്റ്യൻസും ചെയ്യും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ. മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഇതൊന്ന് കണ്ടു നോക്കുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന ചാപ്റ്ററിന്റെ പകുതി കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്. ഇത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ ചെയ്യുന്നത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ആൻസർ കിട്ടുന്നത് ശരിയാണോ നോക്കുക കേട്ടോ. എന്നിട്ട് കോൺസെപ്റ്റ് ആണ് പഠിക്കേണ്ട, ഈ ചോദ്യമല്ല. എന്നിട്ട് ഇതേ മോഡലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഈ കാണുന്ന 6 ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാനാണ് ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത്. മക്കളെ, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾക്ക് 2 മെത്തേഡുകളാണുള്ളത്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ നിങ്ങൾക്ക് 2 മെത്തേഡുകളാണുള്ളത്. ആ 2 മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. എഴുതി വെച്ചോളൂ. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ 2 മെത്തേഡ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇനി അല്ല തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം, അല്ല ലാസ്റ്റ് ടേം മൈനസ് അതിന്റെ തൊട്ട് മുമ്പത്തെ ടേം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു ടി ഡി ബൈ പി ഡി അഥവാ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ടി ഡി ബൈ പി ഡി അഥവാ പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 2 ഇക്വേഷനെ നിങ്ങൾക്ക് ആകെ യൂസ് ചെയ്യാനുള്ളൂ. ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും അടുത്തടുത്ത പദങ്ങൾക്ക് വരെ വ്യത്യസ്തമായുള്ള പദങ്ങൾ തരും. 8ാമത്തെ പദം 100, 100ാമത്തെ പദം 16, അങ്ങനെ എന്തെങ്കിലും തരികയാണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ 2 മെത്തേഡേ ഉള്ളൂ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 9 മൈനസ് 5 4 എല്ലാവർക്കും ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് 11ാമത്തെ പദം കാണുക. മക്കളെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ അറിയാം 5, 9, 13 അല്ലെ? ഈ 3 ടേമുകളും അറിയാം. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും ഒരു ടേം നിങ്ങൾക്കറിയാം. x2, ഈ കാണുന്ന ക്വസ്റ്റ്യൻ x2 എത്രയാണ്? 9 ആണ്. അതിന്റെ കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ 2 കാര്യങ്ങൾ, ഒരു ടേമും അറിയാം, കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ഏത് ടേമും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ കാണാൻ പറഞ്ഞത് x11 ആ. x11 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ടേമിനോട് 9d കൂട്ടുക. 2 + 9 ആണ് 11. ഓർ ഒന്നാമത്തെ ടേമിനോട് 10d കൂട്ടുക. ഓർ മൂന്നാമത്തെ ടേമിനോട് 8d കൂട്ടുക. അങ്ങനെ എത്ര മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഉത്തരവും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി പരീക്ഷക്ക്. ഫസ്റ്റ് ടേം പ്ലസ് 10d അല്ലെങ്കിൽ സെക്കൻഡ് ടേം പ്ലസ് 9d ഏതും ചെയ്താൽ മതി. ഏത് ചെയ്താൽ സെയിം ആൻസർ ആണ്. സോ നോക്കി നോക്കൂ, സെക്കൻഡ് ടേം എത്രയാണ്? 9 ആണ്. 9 + 9 × 4, 9 × 4 പറഞ്ഞാൽ 36, 36 + 9 45 ആണ് ഇതിന്റെ ആൻസർ. ഇത് തന്നെയാണ് ഏത് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ ഫസ്റ്റ് ടേം കാണും. ഫസ്റ്റ് ടേം ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 11ാമത്തെ ടേം തന്നു, ഫസ്റ്റ് ഡിയും അറിയാം. 11ാമത്തെ ടേം എത്ര? 45, ഡിയും അറിയാം. എന്നിട്ട് നിങ്ങളോട് ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞു. വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ടേം എത്രയാണെന്ന് അറിയാം? 45 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. ഓക്കെ, എങ്കിൽ ഇതിൽ നിന്ന് അങ്ങനെ ഫസ്റ്റ് ടേം കാണാം. അതായത് 11ാമത്തെ ടേമിൽ നിന്ന് 10d കുറച്ചാൽ മതി അല്ലേ? 11 10 കുറയ്ക്കുമ്പോഴാണ് 1 കിട്ടുന്നത്. സോ 11ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 45 മൈനസ് 10 × 4. ഇപ്പൊ തൊട്ടും 45 മൈനസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. കണ്ടോ? അപ്പൊ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിക്കാം. മൂന്നാമത്തെ ചോദ്യം, സാധാരണ പഠിച്ച കുട്ടികൾ ഒരു മെത്തേഡും ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടികൾ വേറെ മെത്തേഡ് ഉപയോഗിക്കാം. 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20th ടേം ആൻഡ് 35th ടേം? അതായത് 20ാമത്തെ പദത്തിന്റെയും 35ാമത്തെ പദത്തിന്റെയും 2 പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം. 2 പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യം സാധാരണ ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയാ ചെയ്യുക വെച്ചാൽ 20ാമത്തെ പദം കണ്ടുപിടിക്കും. അപ്പൊ 11ാമത്തെ പദം അറിയാം, അതിനോട് 9d കൂട്ടിയാൽ മതി. 11ാമത്തെ പദം നമ്മൾ 45 കണ്ടുപിടിച്ചു. 9 × 4. ഇങ്ങനെ 1ാം പദം പ്ലസ് 19d ഒക്കെ സെയിമാ. 45 + 9 × 4 36 ആണ്. 81. പിന്നെ ഏതാ ചോദിച്ചത്? 20ാമത്തത് 35 അല്ലേ? 35ാമത്തെ എന്ന് പറഞ്ഞാൽ എത്ര? x 20 അറിയാം, അതിനോട് 15d അല്ലേ? അപ്പൊ എത്ര കിട്ടും? യെസ്, x 20 81, അതിനോട് 15d, 15 × 4, 81 + 60 ദാറ്റ് ഈസ് ഈക്വൽ ടു
141. പക്ഷേ ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നന്നായിട്ട് ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടികൾ ഈ മെത്തേഡ് അല്ല. അതിന് പകരം നമുക്കറിയാം 20ാമത്തെ ടേമും 35ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്, ഡിഫറൻസ് അല്ലേ? അപ്പൊ 20ൽ നിന്ന് 35ലേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കാം. 15 എണ്ണത്തിന്റെ ദൂരമുണ്ട്. അതായത് 15 ഡിയുടെ ദൂരമാണുള്ളത് അല്ലെ. 20ൽ നിന്ന് 35ലേക്ക് 15 ഡിയുടെ ദൂരമാ. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 15 ഡി ചെയ്താൽ മതി. 15 ഡി 2 ചെയ്താലും ഇതിന്റെ വ്യത്യാസം അല്ലേ? 35ാമത്തെ ടേമും 20ാമത്തെ ടേമും നമ്മളെ വ്യത്യാസം എത്ര? 35ാമത്തെ ടേമും 20ാമത്തെ ടേമും നമ്മളെ വ്യത്യാസം 141 മൈനസ് 81 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. അത് തന്നെയാണ് 15 ഡി ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത്. 15 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. രണ്ടും സെയിം മെത്തേഡാണ്. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടികൾ ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ്. സമയം ലാഭം ഉണ്ടാവും. ഇനി അല്ല നിങ്ങൾ സാധാ പഠിച്ച മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതിയിട്ട് ഈ കാണുന്ന ഉത്തരം ചെയ്താൽ ഫുൾ മാർക്കാണ്. അപ്പം മനസ്സിലായോ ഓരോരുത്തർ എങ്ങനെയാണ് മാർക്ക് പെട്ടെന്ന് ചെയ്യുന്നതെന്നുള്ളത്? അപ്പം നന്നായിട്ട് ചിന്തിച്ച് പഠിക്കുക. അപ്പോൾ ഏതെങ്കിലും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് 20ാമത്തെയും 35ാമത്തെയും പദത്തിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15 ഡി ആണ്. 10ാം പദത്തിന്റെ 20ാമത്തെയും പദത്തിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10 ഡി ആണ്. 5ാമത്തെയും 6ാമത്തെയും പദത്തിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ഡി ആണ്. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യനും ഈ കാണുന്ന ക്വസ്റ്റ്യനും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക. ഡി ആൻഡ് എഫ് പല ആളുകൾക്കും അറിയില്ല ഈ ഡി ക്വസ്റ്റ്യനും എഫ് ക്വസ്റ്റ്യനും. ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ എനി 2 ടേംസ് തമ്മിലുള്ള വ്യത്യാസം 100 ആകുമോ എന്ന് ചോദിച്ചാൽ എനി 2 ടേംസ് 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ ചെയ്തതുപോലെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഡിഫറൻസ് എത്ര കിട്ടിയത്? 60 അല്ലേ? ഇതുപോലെ വേറെ ഏതെങ്കിലും 2 ടേംസുകൾ തമ്മിൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അത് 100 ആകുമെന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല. ആ 100നെ നിങ്ങൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100നെ കോമൺ ഡിഫറൻസ് കൊണ്ട് 100നെ നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 4 ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ഉത്തരം കിട്ടും. എത്രയാണ്? 25 കിട്ടും. അങ്ങനെ കറക്റ്റ് ഉത്തരം കിട്ടുകയാണെങ്കിൽ യെസ് ഡിഫറൻസ് എന്താവും? 100 ആകും. അത്രേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 100 ആകുമെന്ന് വെച്ചാൽ ആ 100നെ നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക. ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. അപ്പൊ കറക്റ്റ് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ യെസ് വ്യത്യാസം 100 ആകും. ഇനി 101 ചോദിച്ചെങ്കിലോ 101 4 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വ്യത്യാസം ആവില്ല. അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യനോട് ഞാൻ ചെയ്യാണ്. 100 ഈ ശ്രേണിയിലെ പദമാണോ? ഇപ്പൊ ടേം ഓർ നോട്ട്, ഇത് എനി 2 ഡിഫറൻസ്, എനി 2 ടേം ഡിഫറൻസ് ഓഫ് എനി 2 ടേം ആണ്. എനി 2 ടേം ആണ്. അതേതിന് പകരം നിങ്ങളോട് ചോദിക്കാണ് ടേം ആണോ അല്ലയോ, ടേം ഓർ നോട്ട്. ഇങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിന് 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് ഞാൻ പറയാം. 5, 9, 13 അല്ലേ ചോദിച്ചത്. ഇതിൽ 125 ടേം ആവുമോ പദമാവുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഈ കാണുന്നതിൽ 120 100 തന്നെ അല്ലേ? 125 അല്ലേ? 100 പദമാവോ എന്ന ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ 100 പദമാവോ, 100 പദമാവോ, 100 ടേം ആവോ എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു പണിയില്ല മക്കളെ. നിങ്ങൾക്ക് അതിന് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ, ഏറ്റവും നല്ലത് സെക്കൻഡ് ടേമോ തേർഡ് ടേമോ ആണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 × 4 8, ശിഷ്ടം 1 വരുന്നത്. റിമൈൻഡർ എത്ര വരുന്നത്? 1. ഇതേപോലെ നിങ്ങൾ എന്തിനെ ഡിവൈഡ് ചെയ്യുക? 100നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 2, 4, 8, 5, 25. റിമൈൻഡർ 0 വരുന്നത്. അപ്പൊ ഇതിന്റെ റിമൈൻഡർ അഥവാ ശിഷ്ടം എന്താണ്? വ്യത്യസ്തമാണ്. രണ്ടും സെയിം അല്ല. ഇവിടെ 1 കിട്ടിയാൽ ഇതിനും 1 കിട്ടിയാൽ മാത്രമേ 100 എന്താവുള്ളൂ? പദമാവുള്ളൂ. സോ റിമൈൻഡർ ഡിഫറെന്റ്. റിമൈൻഡർ ഡിഫറെന്റ്, അതായത് ശിഷ്ടം വ്യത്യസ്തമാണ്, അതുകൊണ്ട് പദമല്ല. നോട്ട് എ ടേം, നോട്ട് എ ടേം. അത്ര ഉള്ളൂ ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം. സെറ്റാണോ? അപ്പൊ ഈ 2 ചോദ്യം മാറിപ്പോവാതെ വീണ്ടും വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഏതെങ്കിലും 2 പദങ്ങൾ എനി 2 ടേംസിന്റെ ഡിഫറൻസ് ഇതാവുമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ കോമൺ ഡിഫറൻസോ ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെങ്കിൽ യെസ് ആവും, അല്ലെങ്കിൽ ആവില്ല. ഇനി 100 ഈ ടേം ആണോ എന്ന് ചോദിച്ചാൽ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം? വേണമെങ്കിൽ കോമൺ, അത് വേണ്ട, ആ മെത്തേഡ് പറയണ്ട. നിങ്ങൾ സാധാ പോലെ ഇതിനെ റിമൈൻഡർ കാണുക. ആ റിമൈൻഡർ എന്നാണോ ഇതിനോ കിട്ടുന്നതെന്ന് നോക്കുക. ശിഷ്ടം കാണുക. സെയിം ആണെങ്കിൽ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്? എത്രാമത്തെ ടേം. എത്രാമത്തെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എൻ എന്ന് പറയുന്ന ലെറ്റർ ആണ്. എൻ. എത്രാമത്തെ? 10ാമത്തെ. 10 എന്ന് പറഞ്ഞാൽ എൻ ആണ് ടേം. അപ്പൊ എന്നെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതിച്ചോളൂ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇപ്പൊ മനസ്സിലായി ഈ ചോദ്യം പഠിച്ചത് എന്തുകൊണ്ടാണ് ചാപ്റ്റർ കംപ്ലീറ്റ് കിട്ടുന്നത്? ഈ ചാപ്റ്റർ പകുതി വരെ നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സമ്മും കൂടി പഠിച്ചാൽ ചാപ്റ്ററും സെറ്റായി. അപ്പം ഇത്രേ ഉള്ളൂ. x1 എന്ന് പറഞ്ഞാൽ നമ്മൾ തന്ന ചോദ്യം 125 ആണ്. സോ 125 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 120/4 പ്ലസ് 1. 120 എത്ര ഉണ്ട്? 30. 30 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 31ാമത്തെ പദമാണ്.
31st ടേം ആണ് 125 എന്ന് പറയുന്നത് കേട്ടോ. 31st ടേം 31ാമത്തെ പദം. കാൽക്കുലേഷൻ എന്തായാലും മിസ്റ്റേക്ക് നോക്കാം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1 125 - 5. ഓക്കെ ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു 3 ക്വസ്റ്റ്യൻ വർക്കായിട്ട് തരികയാണ്. ഇതേ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണേ. 5, 9, 13. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് എനി ടു. 3ന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണേ. അങ്ങനെ കമന്റ് ചെയ്ത് കറക്റ്റ് ആണ് നിങ്ങൾ പഠിച്ചു. ഇത് ആരെങ്കിലും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാവും. എല്ലാവരും കമന്റ് ചെയ്തോളൂ. ഈ കമന്റ് ബോക്സിൽ ഉത്തരം നിങ്ങൾ ചെയ്ത അതേ കമന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കാരണം എല്ലാവരുടെയും കമന്റ് കാണുമ്പോൾ മനസ്സിലാവും അത് ശരി ഉത്തരമാണെന്നുള്ളത്. അപ്പൊ ആർക്കെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റീപ്ലൈ കൊടുത്ത് തിരുത്തുകയും ചെയ്യുക. ഡിഫറൻസ് ഓഫ് എനി 2 ടേംസ് ഈസ് 121. 121 ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാവുമോ എന്നതാണ് ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ഇപ്പോൾ അതല്ലേ തന്നെ. അപ്പോൾ 4n + 1 അല്ലേ. അപ്പം 4n + 1 അല്ലേ. യെസ്, 4n + 1 ആകുമ്പോൾ ഓക്കെ 201 ടേം ഓർ നോട്ട്. 201 ഇതിലെ പദമാണോ അല്ലയോ? ഓക്കെ, ടേം ഓർ നോട്ട്. സി ക്വസ്റ്റ്യൻ 81. 81 എത്രാമത്തെ പദമാണ്? വിച്ച് ടേം ഈസ് 81? 81 എത്രാമത്തെ ടേമാണ്? വിച്ച് ടേം ഈസ് 81? ഈ 3ന്റെ ആൻസർ നിങ്ങൾ കറക്റ്റ് ആക്കി എഴുതുകയാണെങ്കിൽ ഞാൻ ഇന്ന് എടുത്ത ഈ ടോപ്പിക് നിങ്ങൾ പഠിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ കാണാൻ പറ്റും. ഈ 3 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നത്. ഈ 3 ക്വസ്റ്റ്യൻ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് പഠിച്ചാൽ സെറ്റാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. പാർട്ട് 3 വേണമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ബ്രസീൽ ലേണിംഗ്. ബൈ.